ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൃത്യം 9:30 തന്നെ പരിമളം ബാലൻ അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് ഗാനമേളയാക്കാൻ വരുന്ന പയ്യന്മാരെല്ലാം ഷാപ്പിൽ വരും, 10 പൈസ ഈ ഷാപ്പിൽ വീഴുകയും ചെയ്യും. ദൈവമേ നിനക്ക് നന്ദി. ഹലോ ഹലോ ദീപു 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 ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഞാൻ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം ഷാപ്പിൽ മതി. കാരണം ഗാനമേള സ്പോൺസർ ചെയ്യുന്ന കൂടി ഞാനാണല്ലോ, അതുകൊണ്ട് ഷാപ്പിൽ മതി. വെളിയിലുള്ള ആൾക്കാർ ഇന്നും ഷാപ്പിലോട്ട് കയറ്റുന്നില്ല. ഓക്കെ ഓക്കെ, വരുന്ന വഴി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ ദീപു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എല്ലാ കാര്യത്തിലും ഗായകനാണ്, സിനിമാ ഗായകനാണ്. ഇവിടെ ഒന്നും ഒരു കുറവും വരരുത്. ആ കാര്യത്തിന് നല്ല വൃത്തി വേണം. 10 വർഷമാണ് ഞാൻ ഷാപ്പിൽ കിടന്ന് പണി ചെയ്യുന്നു. വൃത്തിയുടെ കാര്യം എൻ്റെ അടുത്ത് പറയരുത്. വേണ്ടേ താറാവ് അപ്പാസ് അവിടെ റെഡി ആവുന്നു. ചിക്കൻ അടുപ്പിക്കാൻ തിളയ്ക്കുന്നുണ്ട്. തലക്കറിയാണ് തിളച്ചിന് കൈ കിട്ടിയാൽ മാത്രം മതി. എന്റെ തല തിളച്ചോണ്ട് വരെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൃത്തി വേണം. എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാണ്. ടേസ്റ്റ് നോക്കണേ, ടേസ്റ്റ് നോക്കണേ. എങ്ങനെ എങ്ങനെ അടിപൊളി അടിപൊളി സൂപ്പർ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറി എന്താണെന്ന് പറയാ. ഇത് തലക്കറി. ഷിബുയ്, ഇതാണ് തലക്കറി കേട്ടാ, ഈ തൊട്ടിയിരിക്കുന്നേട്ടാ തലക്കറിയാണ്. എത്ര നേരമാണ് ഞാൻ ചോദിക്കുന്നത്, അവന് മിണ്ടാ നിക്കണ ചെറുക്കൻ. ദീപു എവിടെ എത്തി? ദീപു എത്തിയോ? ആ ഡോർ തുറന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടങ്ങനെ. ഓ പറഞ്ഞു വിട്, പറഞ്ഞു വിട്, പറഞ്ഞു വിട്. കൈയെടുത്ത് കളിച്ച കാര്യം ഇവിടെ ആരുമില്ല. കൃത്യം 9:30 തന്നെ പരിമളം ബാലൻ അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. എന്നെ പറ്റിയാ പറയുന്ന കേട്ടോ അമ്പലത്തില്. എത്തും പരിമളം ബാലൻ എത്തിയല്ലോ, ടൈമിൽ കയറിയാ പോരെ. നമസ്കാരം. 5 ഏക്കർ മണിയൻ. ഈ 5 ഏക്കറിലും കൂടെ മണിയെല്ലാം കൂടെ വരിയിട്ടാ ഭയങ്കര സൗണ്ട് ആവൂലേ? ഒരു 2 സെന്റില് പെര വെച്ച് നാട്ടുകാർക്ക് കൊടുക്കാത്തത്. എന്റെ വീട്ടിന്റെ പേരാണ് പറഞ്ഞത് 5 ഏക്കർ. എത്ര സെന്റ് വസ്തുല താമസം? 3 സെന്റ്. 3 സെന്റ് കിടന്നോണ്ടാണോ 5 ഏക്കർ വീട്ടു പേരിട്ടേക്കുന്നത്? എന്താ മനുഷ്യൻ നിങ്ങളിങ്ങനെ? ഒരുപാട് സന്തോഷമായി. ഓർമ്മ വെച്ച കാലം മുതൽ സാറിന്റെ പാട്ടാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അതെല്ലാരും അങ്ങനെയാണല്ലോ ഇപ്പൊ. മലയാളി ഓഡിയൻസ് പകുതി കൂടുതൽ കിടന്നുറങ്ങുമ്പം വരെ തന്നെ എനിക്ക് ഒരുപാട് ആണല്ലേ. എന്നോട് നന്നായി വരും. ഈ ബക്കറ്റ് എവിടെ നിന്നൊക്കെ മാറ്റി വെക്കണ്ടേ? ഒരു സാധനം എവിടെയെങ്കിലും വെച്ചാൽ മതിയാ? എവിടെ കൊണ്ട് വെച്ചിട്ട് അപ്പൊ പാട്ട് കേൾക്കുന്നതോറും എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. എന്റെ വലിയ ആരാധകനാണ്. പുള്ളി കരയുന്നല്ലോ, എന്നെ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടല്ല, പിന്നെ തലക്കരയുടെ അരപ്പ് കരഞ്ഞ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാധന കരഞ്ഞു. എനിക്ക് ഗൾഫിലായിരുന്നു ജോലി. ആണല്ലേ? എയർപോർട്ടിലായിരുന്നു. ഓ ശരി. ജോലി അത്ര ശരിയല്ല കേട്ടോ. എന്തുപറ്റി? എപ്പോഴും നോക്കില്ല എയർപോർട്ടല്ലേ, തിരക്കോട് തിരക്ക്. ഇടത്തോട്ടൊന്ന് കയറി വന്നു കഴിഞ്ഞാൽ വലത്തോട്ട് പോകണമെങ്കിൽ പിന്നെ 2 മണിക്കൂർ എടുക്കണം. ആണല്ലേ? അതുകൊണ്ട് അവിടുത്തെ ജോലി കളഞ്ഞിട്ട് ഞാൻ നേരെ കേരളത്തിൽ വന്നു. ഇപ്പൊ ഞാൻ ജട്ടിയിലാണ് ജോലി ചെയ്യുന്നത്. അതാകുമ്പോ ഇടതും വലതും നോക്കണ്ട, 2 ഹോളിൽ കൂടെ എങ്ങോട്ട് വേണം പോവാം. എനിക്കൊരു കാര്യം പറയണം. എനിക്ക് കൊച്ചുനാൾ മുതലേ ഈ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഇഷ്ടമാണ്. നമ്മൾ മലയാളികൾ അങ്ങനെയല്ലേ, ഗാനം ഇഷ്ടം. ഗായകന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ. പിന്നെ നിങ്ങളെ കൂട്ടത്തില് ഒരു ദാടി വെച്ച ഒരു വെള്ളയും പാട്ടുകാരുണ്ടല്ലോ സാറേ, പുള്ളിയുടെ പേരെന്താണ് സാറേ? അത് പുള്ളിയുടെ മകനും ഇപ്പൊ പാടുന്നുണ്ട്. നല്ല പാട്ടാ. ദാടി വെച്ച പുള്ളിയുടെ പേരെന്താ? ദാടി വെച്ചൊരു വെള്ളയും ഏത് പാട്ടാ? ഈ അടുത്ത കാലത്ത് ഗംഗേ ഗംഗേ എന്നൊരു പാട്ടൊക്കെ പാടി രക്ഷപ്പെട്ട ഒരാള്. പുള്ളിയുടെ പേരാണ് കുണ്ടറ ഷിബു. ഗാനഗന്ധർവന്റെ പേരറിയില്ലേ ഈ മനുഷ്യൻ? ഗാനഗന്ധർവന്റെ പേരറിയാതെയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. എപ്പോഴും ഈ തലക്കറിയുടെ ചുറ്റിക്കിടന്ന് കിടങ്ങാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം കേട്ടോ. വാസു കൊച്ചേട്ടാ, നമ്മുടെ നാടിന്റെ അന്തസ്സുണ്ട്. വാസു കൊച്ചേട്ടാ, നമുക്ക് കലാകാരന്മാരല്ലേ നമ്മള്? ഒരാളെ പൈസ ചെലവാക്കി ഒരു സിനിമാ ഗായകനെ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് 5 ഏക്കർ മണി അതല്ലേ? അതെ, എനിക്ക് അതല്ലേ ഒരാളുടെ പേരാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ പുള്ളി എവിടെയാണ് ഒരു സ്ഥലത്ത് ഇപ്പൊ താമസിക്കുന്നത്? ആദ്യം എവിടെയാണ്? കുണ്ടറന്നല്ലേ പറഞ്ഞ പുള്ളി? അല്ല, പുള്ളി അതിന് മുമ്പ് എവിടെയാണ് താമസിച്ചോണ്ടിരുന്നത്? പുള്ളി അമേരിക്കയല്ലേ? ഈ കുണ്ടറോട്ട് എപ്പോഴും താമസം മാറ്റി? എന്താ നോക്കുന്നേ? അല്ല, ഈ മീശയുടെ ആ വിവരം കെട്ട വർത്തമാനം പറഞ്ഞ വാ ഏതാണെന്ന് പുള്ളി കുണ്ടറയിലാണോ താമസം? നിങ്ങൾ എന്തർത്ഥത്തിലാണ് സംസാരിക്കുന്നത്? എവിടെയാണെന്ന് അറിയില്ല. ഓരോ ഗായകന്മാരാകുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കും. അത് എന്റെ തെറ്റ് അത് വിടാ. പിന്നെ ഞാൻ ഇത്രയും പൈസ ചെലവാക്കി എന്തിനാണെന്ന് അറിയോ? ഇല്ല. സ്പോൺസർ ചെയ്തതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്താ? എനിക്കും മറ്റതുണ്ട്.
എന്തർത്ഥം അത്? സിനിമാക്കാർക്ക് പാട്ടുകാർക്കൊക്കെ ഉള്ള മറ്റേത് എനിക്കുണ്ട്. മനസ്സിലായില്ല, മൈക്കാണോ? ഇല്ലെന്ന്, ഗായകന്മാർക്കുള്ള മറ്റേത്. അതെന്ത് സംഭവം എനിക്ക് പിടിയിട്ടില്ല. പാടാനുള്ള കമ്പം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് പാടാനുള്ള കമ്പമുള്ളതിന് ഞാൻ എന്ത് വേണം? അല്ല, ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ഞാനല്ലേ സ്പോൺസർ. ഇടയ്ക്ക് ഞാനും കയറി ഒരു പാട്ട് കീച്ചാണ്. എനിക്ക് തോന്നി, എന്നെ എവിടേക്ക് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളുടെ പാട്ട് കീച്ചാനാണോ എന്റെ പാട്ടിന്റെ ഇടയിൽ? അതെന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ കീച്ചാൻ പോകുന്നത്? ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അങ്ങനെയുള്ള ഞാൻ പാടിക്കൊണ്ട് നിൽക്കുമ്പോ അതിനിടയിൽ വന്ന് പാടുക എന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം അറിയില്ല. ഞാൻ മീന്തൽ കഴിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ മീന്തൽ കഴിക്കാൻ വേണ്ടി. നിങ്ങൾ എന്തർത്ഥത്തില്ല സാറേ? ഈ മീന്തലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് സാറേ. എന്താ? ഈ മീന്തല വെക്കാനുള്ള മുളക് എവിടെ നിന്നറിയാൻ മേടിച്ചത്? എവിടെ? പാലക്കാട് പോയി പിരിയമുളക് മേടിച്ചോന്ന് വെച്ച മീന്തലയാണ്. പരിമളം ബാലൻ സാർ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ വരുത്തിയതായത്. ഇതിന്റെ മസാല, ഗ്രാമ്പു, ഏലോ ഞാൻ ഇടുക്കി പോയി കൊണ്ടുവന്നതാണ് സാറേ. പരിമളം ബാലൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വരുത്തിയതാണ്. കഴിയത്തില്ലേ? എനിക്ക് കഴിക്കേണ്ട കാര്യമില്ല. എനിക്ക് കഴിച്ചോളൂ, കുഴപ്പമില്ല. താങ്ക്സ്. ഇത് ഇത്തിരി തല ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നല്ല സാധനം സാർ. നല്ല കഴിച്ചിട്ട് പ്രോഗ്രാം പോയാൽ മതി. കഴുകി നല്ല ടേസ്റ്റാണ് സാർ, നല്ല ടേസ്റ്റ്. അത്ര ഉണ്ടോ? പിന്നെ മാക്കിറങ്ങി പോവാണ്. അത് ഉണ്ടമുളകല്ല, ഉണ്ടമുളകാണ്, അത് മറ്റതല്ല. എടുത്ത് കള, എടുത്ത് കള, എടുത്ത് കള, കള കള കള. അങ്ങനെ എനിക്ക് പാടാവോ? സ്റ്റേജ് കയറി എവിടെ സ്റ്റേജ് പാടാവോ? പാട്ട് കുഴപ്പമില്ല. പാടേ. നിങ്ങൾ ഏത് പാട്ടാ പാടുന്നത്? ഞാന് ജോൺസൺ മാഷിലാണ് പിടിച്ചേക്കുന്നത്. ജോൺസൺ മാഷിന്റെ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ജോൺസൺ മാഷിന്റെ പാട്ടിൽ സംഗതികൾ വളരെയധികം ആണല്ലേ. അപ്പൊ നിങ്ങൾ പാടുമ്പോൾ അത് ഏത് പാട്ടാ എങ്ങനെ പാടുന്നതെന്നൊന്ന് പറയൂ. ഒന്നാമത്തെ ഫസ്റ്റ് പാട്ട് നിങ്ങൾ പാടിക്കോ. രണ്ടാമത്തെ ഞാൻ പിടിച്ചോളാം. ഇവിടുത്തെ മുതലാളിയാണെന്ന് പറഞ്ഞ നാട്ടുകാർക്ക് സഹകരിക്കാൻ പറ്റില്ല, കേൾക്കുകയും ചെയ്യും. കാതിൽ തേൻ മഴയാ കാടു പാടോ പടലോ. കാടു പാടു കടലോ. പടലോ പടലോ കടലോ. ജോൺസൺ മാഷിന്റെ കാടു പാടു കടലോ. ഒരു പടല ആൾക്കാർ വേദിയിലേക്ക് കയറി വരും. ഒരു പടല ആൾക്കാർ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കാടു പടലോ പാടിയാലുള്ള അവസ്ഥ എന്തോ ആയിരിക്കും? ഈ കാടു പടലോ ഒന്നും പറ്റത്തില്ല. എന്റെ ഈ കാടു പടലോ പാടാൻ വേണ്ടിട്ട് ഞാൻ നല്ല കള്ളാണ്. നല്ല കള്ളാണ്. എന്ത് തനിക്കള്ള? ഇതാ ഇത് തനിക്കള്ളാണെങ്കിൽ എനിക്കെന്താ? ഞാൻ മദ്യപാനിയല്ലല്ലോ. ഞാൻ കലയെ ഉപന്യസിക്കുന്ന ആളല്ല. ഞാൻ ഈ കള്ളനോ ഇപ്പൊ കൊണ്ടുവന്ന കള്ളാണ്. ഇപ്പൊ കൊണ്ടുവന്നത് ഇന്നത്തെ സാധനം ഞാനോ? ഒന്നൊരു സാധനം ഞാൻ കഴിക്കേണ്ട കാര്യം എന്തോ? ഞാൻ കഴിക്കേണ്ട കാര്യം എന്തോ മനുഷ്യ? അതൊക്കെ ഇത് ഞാനിപ്പോ ഇതായിട്ട് മദ്യം ഇത് എന്തോ ഇങ്ങനെ തുള്ളി കാരണവന്മാർക്ക് കൊടുക്കുന്നു. കാരണവന്മാർക്ക് തുള്ളിയായിട്ട് നിങ്ങൾക്ക് ഗ്ലാസ്സിലും അല്ലേ? എന്തോ പറയാൻ മദ്യപാനം കാണാൻ വേണ്ടി വന്ന് നിൽക്കേണ്ട അവസ്ഥ. മുന്തിരിക്കള്ള മധുരമില്ല. മധുരമില്ല. ലഹരി ഇഷ്ടമില്ല. ഇടയ്ക്ക് മധുരം വരും പോവും, ഇടയ്ക്ക് മധുരം വരും പോവും. ലഹരി ഇഷ്ടമില്ല. ഒരു മന്ദാരത്തിൽ നിൽക്കും. മന്ദാരത്തിൽ നിൽക്കുമല്ലേ? അല്ലാതെ എന്നാൽ ലേശേ അറിയാൻ വേണ്ടി മാത്രം തുള്ളി ഒന്ന് ഒഴിച്ച തുള്ളി ലേശം ഒഴിച്ച ലേശം ഒരു മധുരം ഉണ്ടോ നോക്കാൻ തുള്ളി ഇച്ചിരി ഒഴിച്ചത് തുള്ളി മധുരം കൂടുതൽ ഒഴിച്ച ഇല്ലേ? ഉണ്ട് സാറേ, മധുരം ഉണ്ട് സാറേ. മധുരമില്ല, ഒഴിച്ചുവിട് ഒഴിച്ചുവിട്. മധുരമില്ല സാറേ. ഇല്ലേ? ഞാൻ വിട്ട കുഴപ്പമില്ല. അപ്പൊ ഏത് പാട്ടൊക്കെ പാടണ? അത് കുഴപ്പമില്ല. എത്ര പടലോ എത്ര വേണോ കിട്ടോ, കുഴപ്പമില്ല, ഒരു വിഷയമില്ല. ആരും ചോദിക്കാൻ പറ്റൂല. കൃത്യം 9:30 തന്നെ പരിമളം ബാലന്റെ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. യവന് എപ്പോഴും ഇതേ ഉള്ള വരുമല്ലോ. ഇവ എന്തോ കാണിക്കുന്ന ചുമ്മാ ഇടുന്ന ഒരു മൈക്ക് കിട്ടിയെന്നും പറഞ്ഞ് അങ്ങോട്ടും അനൗൺസ്മെന്റ് ചെയ്തു. ഈ കലാകാരന്മാരിങ്ങനെ മദ്യപിക്കുന്ന നല്ലൊരു രീതിയൊന്നും അല്ല. കല്യാണമൊക്കെ കഴിച്ചാണോ? വിവാഹേതര ബന്ധ സൗഭാഗ്യ സന്താന സല്ലാപം
അതെന്തോ സംഭവം എന്ത്? കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു. എന്നാ പിന്നെ അത് കല്യാണം കഴിച്ചാൽ അങ്ങ് ചോദിച്ചോ, എത്രയും പറയേണ്ട കാര്യം എന്തോ? ഞാൻ ഈ നാട്ടിലൊരു ഉന്നത കുലനാണല്ലോ. അതിന് കല്യാണത്തിന് ഇങ്ങനെ ഇട്ട് പരത്തണോ ഉന്നത കുലൻ? കാര്യമായിട്ട് ചോദിച്ചാൽ നമുക്ക് പറയാലോ. സാറേ ഞാൻ കല്യാണം കഴിച്ചതാണ് കേട്ടോ. ആണല്ലേ? എനിക്ക് 2 മക്കളാണ്. ആ ആ ആ മൂത്തവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ പക്ഷെ ഇളയ എന്റെ മോൻ 4 വയസ്സുള്ള എന്റെ കൊച്ച് ഇപ്പോഴും അംഗൻവാടി പോകണം സാറേ. പിന്നെ 4 വയസ്സുള്ള കൊച്ചു അങ്കൻവാടി പോവാതെ പാറമടയിൽ പോയി പാറ പൊട്ടിക്കും. അതിനെന്താ ഇത്ര സെന്റിമെന്റ്സ് ആയിട്ട് പറയേണ്ട കാര്യം എന്തോന്ന്? അല്ല അത് എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആന കളിക്കാൻ എനിക്ക് കൂട്ടില്ല. അയ്യോ കാര്യമുണ്ട്. പിന്നെ പറയും, ഞാൻ നിങ്ങളുടെ ഗാനമേള ബുക്ക് ചെയ്യാൻ വേണ്ടി നവായിക്കുളത്ത് വന്നായിരുന്നു. കാണാൻ പറ്റിയില്ല. അത് ശരി. ഷാർക്കര അമ്പലത്തിൽ വന്നു, കാണാൻ പറ്റിയില്ല. ഈ ഗാനമേള കേൾക്കാൻ വരുന്ന സമയത്ത് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ ഗാനമേളയ്ക്ക് പാടുന്ന ഗായകന്മാരുണ്ടല്ലോ, ചിലര് പാടുമ്പോ മൈക്കിൽ വയറ് കാണും, ചിലര് പാടുമ്പോൾ മൈക്കിൽ വയറില്ല. അതെന്താണ് അങ്ങനെ? അത് നമുക്ക് ഏറ്റവും സേഫ് എന്താണെന്നറിയാം? എന്താണ് സാറേ? നമുക്ക് കോഡ്ലെസ് മൈക്ക് പാടുന്നതാണ് നല്ലത്. ഗായകർ എന്താ വെച്ചാ നമ്മൾ ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ കാടോ പടലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് തെറ്റ് വരുമല്ലോ. തെറ്റ് വരുമ്പോൾ നമുക്ക് കോഡ്ലെസ് ആണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ആക്രമിക്കാൻ വരും. ആ സമയത്ത് ഈ കോഡ്ലെസ് കൊണ്ട് നമുക്ക് ഓടാം. അതേ സമയം ഉയറുള്ള മൈക്കിലാണ് നമ്മൾ ഇങ്ങനെ നിന്ന് പാടിക്കുന്നത് കാടോ പടലോ പാടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ കമ്മിറ്റിക്കാർ ഇത് കണ്ടോണ്ടിരിക്കുമല്ലേ, അവർ ഈ ഉയറിന്റെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ വന്ന് നമ്മളെ തല്ലും. അതുകൊണ്ട് ഏറ്റവും ഗായകർക്ക് ഏറ്റവും സേഫ് ഏതാ? കോഡ്ലെസ് മൈക്ക്. ഞാൻ ഈ പരിപാടി ബുക്ക് ചെയ്തതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് ഈ കള്ളി ഷാപ്പ് പിന്നെ നമുക്ക് ചടിയിലെ പണി എല്ലാം ഉള്ളതുപോലെ തന്നെ ഈ നാട്ടില് എനിക്കും ഭാര്യയ്ക്കും മാത്രമേ PG എടുത്തുള്ളൂ. നമ്മുടെ മാത്രമാണ് PG എടുത്തത്. വിദ്യാഭ്യാസം ഉള്ളത്. വിദ്യാഭ്യാസം ഒത്തിരി ഉണ്ട്. അപ്പൊ അടുത്ത മാസം എന്റെ മോള് ബർത്ത്ഡേ ആണ്. അന്ന് നിങ്ങൾ നിങ്ങളെ പരിപാടിക്ക് വേണ്ടി റിസപ്ഷൻ ഓക്കസായിട്ട് വരണം. എന്താ ഋഷഭ് എന്തോ ഓട്ടോറിക്ഷല്ല റിസപ്ഷന്റെ ഓട്ടോറിക്ഷൻ സാറേ റിസപ്ഷനിൽ ഓർക്കസ്ട്ര ആയിട്ട് വരണമെന്ന്. അതാണ് നിങ്ങളെ ഭാര്യ എന്തെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ PG ഇത് ഇവിടെ കൊണ്ട് കൊടുക്കണം കേട്ടോ. ആ 2 PG ഇവിടെ മീൻകറിലിട്ട് തിളപ്പിക്കും പുള്ളി. 2 PG എടുത്ത് വെച്ചേക്കുന്നു. റിസപ്ഷനിൽ ഓർക്കസ്ട്ര പണ്ട് എടുത്തോളൂ. പാലക്കാടൻ എടുത്തോളൂ. പാലക്കാടൻ ഇത്രയുള്ള പാലക്കാടൻ തീർന്നാ ഇതങ്ങനെ സാറേ. ഇവിടെ എത്ര മദ്യം മേടിച്ചു വെച്ചാൽ ഇരിക്കത്തില്ല. നമ്മൾ ലോഡറക്കി കൊണ്ട് വെക്കും, നാട്ടുകാർ മൊത്തം മേടിച്ച് കുടിച്ചിട്ട് പോകും. ഒരു സാധനം മേടിച്ചു വെക്കാൻ പറ്റൂല. സത്യം തന്നെ ആണല്ലേ? കുടി 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 കുടി. എന്ത് പറ്റി സാറേ? എന്താ സാറേ? ഒറിജിനൽ കറി തന്നെ. പിന്നെ സൂപ്പർ കറി, പാലക്കാടൻ ബിരിയാൻ മുളവിട്ട് ഒഴിച്ചത്. ബിരിയാൻ മുളകുണ്ടോ? തന്നെ എന്താ കുഴപ്പമില്ല സാറേ. അത്രയുള്ള അവിടെ ബക്കറ്റും കപ്പൂരിക്കണതോ അങ്ങോട്ട് പോയാൽ മതി. അവിടെ പോയാൽ മതി. അവിടെ പോയാൽ മതി. നമ്മള് സിനിമ സ്ഥലമല്ലേ, കുഴപ്പമില്ല. അവിടെ ആ പണയിൽ പോയിരുന്നാ മതി. പറമ്പില്ല. ഓ കൊള്ളാം എന്റെ പൊന്നു സാറേ. ഞാൻ എന്നും അവിടെയാണ് പോയിരിക്കുന്നത്. സമയം പോണ അറിയത്തേ ഇല്ല. സത്യം. ഈ പ്രശസ്ത പിന്നണി ഗായകൻ ആ മരച്ചിനി പറമ്പിൽ പോയിരിക്കാൻ. അല്ല ഗായകന്മാരായാലും പാവപ്പെട്ടവരായാലും ഇതാണ് ഒരു സമാധാനം. ഇതൊക്കെ ഒരു സിമ്പിൾ കാര്യങ്ങളല്ലേ? എന്തൊക്കെ ഇട്ട് വെച്ചെന്ന് പറഞ്ഞ പാലക്കാടൻ പിരിയ മുളവിട്ട് വെച്ച. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒരൊറ്റ കയറ്റിട്ടിരും. ഇത് ഏത് മീൻ? ഇത് എവിടെ കൊണ്ടിറക്കിയ മീൻ? ഇത് കൊല്ലത്ത് കൊണ്ടുവന്ന മീൻ. ഇത് കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന മീനല്ല. ഞാൻ വിശ്വസിക്കത്തില്ല. സംശയം ഉണ്ടെങ്കിൽ ആ മീനിനോട് ചോദിച്ചു നോക്ക്. ആവശ്യമില്ലാത്ത കാര്യം. പിന്നെ ആ പറമ്പ് ആർക്കുള്ളതെന്ന് പറഞ്ഞ എന്റേതാണ്. ആരെങ്കിലും നിർത്തി ആ പുല്ലൊക്കെ ഒന്ന് വെട്ടിച്ച് കളയണം കേട്ടാ. എന്തു പറ്റി? കുറ്റിപ്പുല്ല് മൂട്ടിത്തട്ടി തുടങ്ങി. ഹലോ, എന്താ വീഡിയോ കോൾ ഇപ്പോഴാണ് വരുന്നത്? ഇത് കാര്യം എന്ത്? സാറിന്റെ അടുത്തൊക്കെ ഞാൻ സാറേ ഒരു പ്രശ്നമുണ്ട്. എന്റെ പെങ്ങളും മോനുവാ ആണ്. അപ്പൊ ഗാനമേളയ്ക്ക് വരുമ്പോ കാണാൻ വരാൻ പറ്റത്തില്ല. എന്താ? മോനൊരു പാട്ട് പാടി കൊടുക്കുന്നവര് ചോദിക്കുന്നു. ഞാൻ പാടാൻ? ഓ ഏത് പാട്ട്? പോയാലോ പോയാലോ മഞ്ഞക്കാട്ടിൽ പോവാലോ എന്ന് പറഞ്ഞു. ഈ സംഭവം പുള്ളിയെ നേരത്തെ വല്ല അറിയിക്കുകയും ചെയ്ത. പിന്നെ ഈ പാട്ട് ഇപ്പൊ ആവശ്യപ്പെടേണ്ട എന്താ ചെറുക്ക? അതെന്തിനാ ആവശ്യപ്പെടുന്ന ഇപ്പൊ തന്നെ? മക്കളെ അയ്യോ ആ അങ്കിള് വേറൊരു മൂഡിൽ നിൽക്കുക. അങ്കിള് വേറെ ഏതെങ്കിലും പാട്ട് പറഞ്ഞോ? ഏതാ? ഓ അതാണോ? പിന്നെ നമുക്ക് ആ ഒരുവൻ മുതലാളി ആ പാട്ടാലും മതി. കൊച്ചു കുട്ടിയായിട്ട് മാത്രം. ഓ ആ ഹമ്മിങ് ഞാൻ രണ്ടുപേരും ഒന്ന് മൂളാം. ഒന്ന് കാണിച്ചേ മോനെ. ഓഹോ ഓഹോ എന്ത് സാറേ?
മാറ്റിക്കോ മാറ്റിക്കോ മാറ്റിക്കോ. മാറ്റി കുഴപ്പമില്ല. സാറേ സാറേ സാറെന്താ സാർ? സാറേ സാറേ എന്ത് പറ്റി സാറേ? സൗണ്ട് വന്ന്. അയ്യോ എന്തോടാ സൗണ്ട് കേട്ടത്? ഞാൻ തുണി ഇങ്ങനെ സാറേ തുണി കീറിയതാ. നിനക്ക് എന്തോ കുഴപ്പമാണ്? നീ പിരിയമുളകും അതും ഇതും ഇട്ട് മേടിച്ച് തലയൊക്കെ കറിയാ തിന്നെ. എനിക്ക് എന്തിനാണ് അതൊക്കെ ആവശ്യമില്ല. അല്ല സാറേ വിരിയമ്മള് എന്താ എന്റെ ചേട്ടാ 12 മണിക്ക് ഇത് നടക്കത്തില്ലെന്ന്. ഓ ഞാൻ പറയാം, അവിടെ ജനം ഇളകിക്കുക. പിന്നെ ഇവിടെ ഡീസന്റ് ആയിട്ട് കുഴപ്പമില്ലല്ലോ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. പരിമളം ബാലിന്റെ ഗാനമേള കേൾക്കേണ്ടവർ ഷാപ്പിന്റെ പുറകുവശത്തേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഇത് നാട്ടുകാരെങ്ങനെ നടന്നടാ? ഞാൻ ഇടയ്ക്ക് എന്റെ ഭാര്യയെ ഒന്ന് വിളിച്ചായിരുന്നു. നന്നായി.